നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് അരിയൊന്നും അരയ്ക്കാതെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നാടൻ രുചിയുള്ളൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഈ ഒരു ഉണ്ണിയപ്പം നമ്മൾ ഗോതമ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഗോതമ്പൊടി വെച്ചിട്ടുള്ള ഉണ്ണിയപ്പാണെന്ന് പറയുകയില്ല, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒരിക്കലെങ്കിലും ഈ ഒരു രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നമുക്ക് ഈ ഒരു ഉണ്ണിയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പെട്ടെന്ന് കണ്ടു നോക്കിയിട്ട് വരാം. ഒരു ബൗളിലേക്ക് 2 കപ്പ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട്. 250 ഗ്രാം ഗോതമ്പൊടിയാണ്. നമ്മൾ ഈ ഒരു ഉണ്ണിയപ്പം ഗോതമ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ കുറച്ചൊന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് റവയും അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണേ. രണ്ടും ഓരോ ടേബിൾ സ്പൂൺ വീതമാണ് ചേർത്ത് കൊടുക്കുന്നത്. റവ വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പം വറുത്ത റവയാണ് ചേർക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അരിപ്പൊടി വറുത്ത നൈസായിട്ടുള്ള നമ്മൾ പത്തിരിക്ക് ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ്. രണ്ടും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് ശർക്കരപ്പാനി ഒന്ന് ചേർത്തിട്ട് കുഴച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു 350 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കര ഉരുക്കാൻ വേണ്ടിയിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു ശർക്കരപ്പാനി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മാവ് കുഴച്ചെടുക്കുന്നത്. അതുകൊണ്ടാണ് കൂടുതൽ വെള്ളം ഒഴിച്ചത് കേട്ടോ. ഈ ഒരു വെള്ളം തന്നെ മതിയാകും നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പൊടി കുഴച്ചെടുക്കാൻ. ഇനി ഇതൊന്ന് ഒരുക്കിയെടുക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് പെട്ടെന്നൊന്ന് ഒരുക്കിയെടുക്കാം. അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്നായി കിട്ടിക്കോളും. നമ്മളിത് പൊടിച്ചൊന്നും എടുത്തിട്ടില്ലല്ലോ, വേണമെങ്കിൽ പൊടിച്ചെടുക്കാം കേട്ടോ. മൊത്തത്തിലൊരു 5 അച്ച് ശർക്കര ഉണ്ട് കേട്ടോ. 5 അച്ചും കുറച്ചും കൂടെ ഉണ്ട്. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കിയിട്ട് ഇളക്കി കൊടുക്കട്ടെ. ഇപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇതൊന്നും കൂടി ഒന്ന് തിളച്ച് വന്നോട്ടെ. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ഇതോടെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിലേക്കുള്ള തേങ്ങാക്കൊത്തും കൂടി ഒന്ന് വറുത്തെടുക്കാം. ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് 1 കൈപ്പിടി തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് കനം കുറച്ചിട്ട് ചെറുതാക്കിയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഒരേ കനത്തിൽ അരിഞ്ഞെടുക്കുകയാണെങ്കിൽ എല്ലാം ഒരേപോലെ മൂത്ത് വന്നോളും. ഈ തേങ്ങാക്കൊത്തൊന്ന് പകുതി മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതും കൂടി ചേർക്കാം. അപ്പോൾ ഉണ്ണിയപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർക്കുന്നുണ്ട്. തേങ്ങ ചിരകിയത് എല്ലാം ഒരേ കനത്തിൽ തന്നെയാണ് ചിരകിയിട്ടുള്ളത്. ഒരുപാട് വലിപ്പത്തിൽ ചിരകിയെടുക്കേണ്ട. വലിപ്പത്തിലാണ് ചിരകിയിട്ടുള്ളതെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒരു തവണ മാത്രം ഒന്ന് പൾസ് ചെയ്തിട്ടിട്ടാണെങ്കിൽ നമുക്ക് എല്ലാം ഒരേ കനത്തിൽ കിട്ടിക്കോളും. അപ്പോൾ 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്തിട്ട് ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. നമ്മൾ സാമ്പാറിനൊക്കെ തേങ്ങ വറുക്കുന്നത് പോലെ ഒരുപാട് കളറാക്കി വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ തേങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് നല്ലൊരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇതിവിടെ ഇരിക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കുള്ള പഴം കൂടി ഒന്ന് അടിച്ചെടുക്കാം. പാളയംകുടം പഴമാണ് കേട്ടോ എപ്പോഴും ഉണ്ണിയപ്പത്തിന് നല്ലത്. അപ്പോൾ ഞാനിവിടെ 2 പാളയംകുടം പഴം എടുത്തിട്ടുണ്ട്. രണ്ടും കൂടി ഒരു 80 ഗ്രാം ഉണ്ട് കേട്ടോ. ഒരുപാട് വലുപ്പമുള്ളതാണെങ്കിൽ ഒരെണ്ണമൊക്കെ എടുത്താൽ മതി. ഇത് നമുക്ക് തോല് കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഉണ്ടാക്കാനുള്ള പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പൊടി കുഴയ്ക്കാനുള്ള ശർക്കരപ്പാനി ഉണ്ടാക്കി, പിന്നെ അതിലേക്ക് ചേർക്കാനുള്ള തേങ്ങക്കൊത്ത് വറുത്തും വെച്ചിട്ടുണ്ട്. പഴം അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നേരത്തെ നമ്മൾ ഗോതമ്പൊടിയിലേക്ക് റവ അരിപ്പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇതിലേക്ക് ശർക്കരപ്പാനി ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ തിളപ്പിച്ച് വാങ്ങി വെച്ചിട്ട് ആ ഒരു ചൂടോടുകൂടി തന്നെയല്ല കേട്ടോ ഒഴിക്കുന്നത്. കുറച്ച് നേരം ഒന്ന് വെക്കുക. എന്നിട്ട് വിരൽ നമുക്ക് ഈ ശർക്കരപ്പാനിയിലേക്കൊന്ന് മുക്കി നോക്കാൻ പറ്റണം, കൈ കൊള്ളാതെ. പക്ഷെ ചൂടുകൊണ്ട് പുറത്തേക്ക് എടുക്കാനും തോന്നണം. ആ ഒരു പാകത്തിനുള്ള ചൂടായിരിക്കണേ. ഇത് നമ്മൾ അരിച്ചൊഴിച്ചു കൊടുക്കുകയാണ് പൊടിയിലേക്ക്. ചൂടുള്ളത് കൊണ്ട് തന്നെ പൊടി പെട്ടെന്ന് കട്ട പിടിക്കുക. അതുകൊണ്ട് കുറച്ച് വെച്ചിട്ട് പെട്ടെന്നൊന്ന് ഇളക്കുക. എന്നിട്ട് വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കുക. അങ്ങനെ 2-3 പ്രാവശ്യമായിട്ട് ശർക്കരപ്പാനി ഒഴിച്ചിട്ട് പൊടി ഒന്ന് കുഴച്ചെടുക്കാം. ഹാൻഡ് വിസ്ക് ഉണ്ടെങ്കിൽ ഇത് മിക്സായി കിട്ടാൻ എളുപ്പമാണ്. അത് വെച്ചിട്ട് മിക്സ് ചെയ്യുക. അതല്ലെങ്കിൽ കയ്യിൽ വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരിക്കുന്ന 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയിരുന്ന ശർക്കര ഉണ്ടല്ലോ, ആ പാനി മുഴുവൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ കട്ടകളൊക്കെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടണമെന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോഴേക്കും ചൂടൊക്കെ കുറഞ്ഞിട്ടുണ്ടാകും. ഇനി ഇതിലേക്ക് പഴം അടിച്ച് വെച്ചിരിക്കുന്നത് ചേർക്കാം. അതുപോലെ തന്നെ തേങ്ങാക്കൊത്തും തേങ്ങ ചിരകിയതും കൂടെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടെ ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഉണ്ണിയപ്പത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് 6-7 ഏലക്കൊന്ന് പൊടിച്ചിട്ട് അതും കൂടെ ചേർക്കാം. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ്. പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ളും കൂടെ ചേർക്കാം. നമ്മൾ നേരത്തെ തേങ്ങാക്കൊത്ത് വറുത്തിട്ടുണ്ടായിരുന്നത് നെയ്യിലായിരുന്നു. ആ നെയ്യോട് കൂടിയിട്ടാണ് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതുകൂടാതെ നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ മാവിലേക്കുള്ള എല്ലാ കാര്യങ്ങളും ആയിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മാവ് ഒരുപാട് ലൂസായി പോവുകയോ അതല്ലെങ്കിൽ ഒരുപാട് ടൈറ്റായി പോവുകയോ ചെയ്യരുത് കേട്ടോ. നമ്മൾ 2 കപ്പ് വെള്ളം എടുത്തിട്ട് ശർക്കര ഉരുക്കിയെടുക്കുകയാണെങ്കിൽ ആ ശർക്കര പാനി ഉപയോഗിച്ചിട്ട് കുഴക്കുകയാണെങ്കിൽ നമുക്ക് പാകത്തിനുള്ളൊരു ലൂസിൽ കിട്ടിക്കോളും. ഇത് കണ്ടില്ലേ, ഈ ഒരു പാകത്തിന് കോരി ഒഴിക്കുമ്പോൾ താഴേക്ക് വീഴണം. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം തന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ടൊരു ഉണ്ണിയപ്പക്കല്ല് അടുപ്പിലേക്ക് വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഉണ്ണിയപ്പക്കല്ല് ചൂടായതിന് ശേഷം മാത്രം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നിറച്ച് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. ഒരു 1/4 ഭാഗമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി ഓരോ കുഴിയിലും. നമ്മൾ ഓരോ കുഴിയിലും നിറച്ച് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ
മാവും കൂടെ കോരി ഒഴിക്കുമ്പോഴേക്കും എണ്ണയൊക്കെ പുറത്തേക്ക് ഒഴുകി പോകും. അതുകൊണ്ട് 3/4 ഭാഗം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. തീ മീഡിയത്തിലാണ് വെച്ചിട്ടുള്ളത്. മീഡിയം ചൂടുള്ള എണ്ണയിലേക്ക് വേണം നമുക്ക് മാവ് കോരി ഒഴിക്കാൻ. എണ്ണ ചൂടാവും വേണം, എന്നാൽ ഒരുപാട് ചൂടാവും വേണ്ട കേട്ടോ. മീഡിയം ചൂടുള്ള എണ്ണയിലേക്ക് മാത്രമേ മാവ് കോരി ഒഴിക്കാവൂ. അതെപ്പോഴും ശ്രദ്ധിക്കണം. ഇപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. പുകയുന്നവരെ ചൂടാക്കി എടുക്കണ്ട. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഓരോ കുഴിയിലേക്ക് മാവ് കോരി ഒഴിക്കാം. മാവ് നിറച്ച് ഒഴിക്കേണ്ട ആവശ്യമില്ല. കുഴീൻ്റെ അരഭാഗം വരെ മാത്രം ഒഴിച്ചാൽ മതി. മാവ് ഒഴിച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴേക്കും ഉണ്ണിയപ്പക്കല്ലിൽ നിന്ന് ഉണ്ണിയപ്പം പതുക്കെ വിട്ട് വരാനായിട്ട് തുടങ്ങും. അടിഭാഗം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുകയും ചെയ്യുക. അപ്പോൾ നമുക്കിത് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു സ്പൂണോ അതല്ലെങ്കിൽ ഒരു ബാമ്പൂ സ്റ്റിക്കോ അതല്ലെങ്കിൽ ഒരു പപ്പടം കുത്തി വെച്ചിട്ട് നമുക്കിതങ്ങ് മറിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഉണ്ണിയപ്പം പെട്ടെന്നായി വരും കേട്ടോ. നമ്മുടെ അടുപ്പിൻ്റെ തീ അനുസരിച്ച് ഏത് കുഴിയിലെ ഉണ്ണിയപ്പമാണ് പെട്ടെന്നായി വരുന്നത് അത് നമുക്ക് ആദ്യം തന്നെ കോരി മാറ്റാം. അപ്പോൾ ഒന്നാമത്തെ സെറ്റ് ഉണ്ണിയപ്പം എല്ലാം ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സ്ട്രെയിനറിലേക്ക് കോരി മാറ്റി വെക്കാം, എണ്ണയൊക്കെ ഒന്ന് പോകുന്നതിന് വേണ്ടിയിട്ട്. ബാമ്പൂ സ്റ്റിക്ക് ആണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കുത്തിയെടുക്കാം കേട്ടോ, സ്പൂൺ വെച്ചിട്ട് എടുക്കുന്നതിനേക്കാളും പെട്ടെന്ന് തന്നെ. ഇനി അടുത്ത സെറ്റ് മാവ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഉണ്ണിയപ്പക്കല്ലിൽ നിന്ന് ഉണ്ണിയപ്പം വിട്ട് വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുത്തിട്ട് 2 മിനിറ്റ് ഒക്കെ കഴിയുമ്പം 2 ഭാഗം ഒന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് അങ്ങ് കോരി മാറ്റിയാൽ മതി. എണ്ണ ഇടയ്ക്ക് കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ കുറഞ്ഞു പോകുന്ന കുഴിയിലേക്ക് വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ട് ആ എണ്ണ മീഡിയം ചൂടാവുന്ന സമയത്ത് വീണ്ടും അതിലേക്ക് മാവ് കോരി ഒഴിച്ചാൽ മതി. ഇതേപോലെ എല്ലാ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇത്രയും നമ്മൾ മാവ് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു 50 ഉണ്ണിയപ്പം വരെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ എല്ലാ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഒരുപാട് എണ്ണയൊന്നും കുടിക്കാത്ത നല്ല നാടൻ ടേസ്റ്റുള്ളൊരു ഉണ്ണിയപ്പമാണ് ഇത്. ഇത് കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാനിതൊന്ന് മുറിച്ചും കൂടെ കാണിക്കാം കേട്ടോ. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. കഴിക്കാനും അതേപോലെ തന്നെയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാകും. നമുക്ക് അരി ഒന്നും അരച്ച് വെക്കാതെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഉണ്ണിയപ്പം അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാകും. കുട്ടികൾക്ക് എന്തെങ്കിലും കഴിക്കണം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഒന്നും ആലോചിക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പമാണ് ഇത്. മധുരമൊക്കെ നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. എന്നാലും നമ്മൾ ഓരോരുത്തർക്കും മധുരം വ്യത്യാസമായിരിക്കില്ല. അപ്പോൾ ശർക്കരപ്പാനി ഒഴിക്കുന്ന സമയത്ത് മുഴുവനും ആദ്യം തന്നെ ഒരുമിച്ച് ഒഴിക്കാതെ കുറച്ച് ഒഴിച്ച് നോക്കുക. എന്നിട്ട് പാകത്തിന് മധുരം ആയോ എന്ന് നോക്കുക കേട്ടോ. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒഴിച്ചിട്ട് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാവരും ഈ ഒരു ഉണ്ണിയപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് താഴെ എഴുതണേ. അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യണം. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കണ്ടില്ലേ, അതിലെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലെയുള്ള നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.